ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധിയുടെ ജീവിതത്തിൽ വലിയൊരു അബദ്ധം തന്നെ സംഭവിച്ചിരിക്കുന്നു. സ്വന്തം ബിസിനസ് ആവശ്യങ്ങൾക്കായി കരുതി വെച്ച 4 ലക്ഷം രൂപ സുധിക്ക് നഷ്ടപ്പെടുന്നു. ആരോ സുധിയെ പറ്റിച്ച് ആ പണം തട്ടിയെടുത്തു എന്നാണ് വാസ്തവം. എന്നാൽ ഈ വിവരം വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടാവുന്ന പുകിലുകൾ ഭയന്ന് സുധി അത് മറച്ചു വെക്കുന്നു. പകരം ബിസിനസ്സിൽ ലാഭം കിട്ടിയെന്നും ആ പണം ഡീലർക്ക് നൽകിയെന്നും സുധി വീട്ടുകാരെ എല്ലാവരും വിശ്വസിപ്പിക്കുന്നു. എന്നാൽ കയ്യിൽ പണമില്ലാതെ ഡീലർക്ക് എങ്ങനെ പണം കൊടുത്തു എന്ന സച്ചിയുടെ ചോദ്യത്തിന് തന്റെ സുഹൃത്തായ ആനന്ദിന്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിച്ചു കൊടുത്തു എന്നാണ് സുധി കള്ളം പറഞ്ഞത്. ഈ കള്ളം വിശ്വസിച്ച് എല്ലാവരും സമാധാനിച്ചിരിക്കുമ്പോഴാണ് സച്ചിക്ക് ചില സംശയങ്ങൾ തോന്നുന്നത്. സുധി പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ സച്ചി നേരിട്ട് ആനന്ദിനെ കാണാൻ പോയി. പാർക്കിന്റെ വിജനമായ ഒരിടത്ത് വെച്ച് സച്ചി ആനന്ദിനോട് സംസാരിച്ചു. തിരികെ വരുമ്പോൾ സച്ചിയുടെ മുഖത്ത് വലിയൊരു തിരിച്ചറിവിന്റെ ഞെട്ടലുണ്ട്. സുധി പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നു. ആനന്ദ് സുധിക്ക് ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല. മാത്രവുമല്ല, സുധിയെ കണ്ടിട്ട് തന്നെ നാളുകളായി എന്നാണ് ആനന്ദ് പറഞ്ഞത്. ഈ സത്യം സച്ചിയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അവൻ തന്റെ അടുത്ത് പോലും കള്ളം പറഞ്ഞല്ലോ എന്ന ചിന്ത സച്ചിയെ അസ്വസ്ഥനാക്കി. ആനന്ദ് പണം കൊടുത്തില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് സുധിക്ക് അത്രയും പണം കിട്ടിയത്? ആ ചോദ്യത്തിന് സച്ചിയുടെ മനസ്സ് നൽകിയ ഉത്തരം ഒന്ന് മാത്രമായിരുന്നു: രേവതിയുടെ സ്വർണം. രേവതിയുടെ സ്വർണം വിറ്റിട്ടായിരിക്കും സുധി ആ പണം കണ്ടെത്തിയത് എന്ന് സച്ചി ഉറപ്പിക്കുന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ സുധി എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പകയുടെയും വാശിയുടെയും കനലുകളായി സച്ചി കാറിൽ യാത്ര തുടരുന്നു. അതേസമയം വഴിയരികിൽ രേവതി തന്റെ അയൽവാസിയായ ചേച്ചിയുമായി സംസാരിച്ച് നിൽക്കുകയാണ്. സ്വന്തമായി ഒരു വാഹനമുണ്ടെങ്കിൽ പൂ കച്ചവടം കുറച്ചും കൂടി വിപുലമാക്കാം എന്ന ആഗ്രഹം രേവതി പങ്കുവച്ചു. ഓർഡർ കിട്ടുന്ന പൂക്കൾ വണ്ടിയിൽ കൊണ്ടുപോയി കൊടുക്കാമല്ലോ ചേച്ചി എന്ന് രേവതി പറയുമ്പോൾ, അതൊക്കെ നല്ല കാര്യമാണ്. നീ നിന്റെ ഭർത്താവിനോട് പറഞ്ഞ് ഒരു വണ്ടി വാങ്ങിക്ക് എന്ന് ആ ചേച്ചി ഉപദേശിച്ചു കൊടുത്തു. എന്നാൽ സങ്കടത്തോടെ രേവതി മറുപടി നൽകി: ഞാനൊരു സാരി വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ പോലും അദ്ദേഹം വാങ്ങിച്ചു തരില്ല. പിന്നെയാണോ വണ്ടി? ഇത് കേട്ട് ആശ്വസിപ്പിക്കാനെന്നോണം എല്ലാവർക്കും നിന്നെ പോലെ ഭർത്താക്കന്മാരെ കിട്ടണമെന്നില്ലല്ലോ എന്ന് ആ സ്ത്രീ പറയുമ്പോഴാണ് സച്ചിയുടെ കാർ അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയെ കണ്ടതും സച്ചി കാറ് നിർത്തി. രേവതിയുടെ മുഖത്ത് സന്തോഷം വിരിഞ്ഞു. അയൽവാസിയായ സ്ത്രീകളോട് യാത്ര പറഞ്ഞ് രേവതി സച്ചിയുടെ അടുത്തേക്ക് ഓടിയെത്തി. സച്ചി രേവതിയെ മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. രേവതി, ഞാൻ ആനന്ദിനെ പോയി കണ്ടിരുന്നു. സച്ചിയുടെ ആ പാർക്കിലെ ഫ്രണ്ടിലെ സച്ചി മുഖവരയില്ലാതെ പറഞ്ഞു. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം കടം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ സമീപിച്ചത്. സംസാരത്തിനിടയിൽ ഞാൻ സുധീയുടെ കാര്യവും ചോദിച്ചു. അവൻ പറഞ്ഞ കാര്യം കേട്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി രേവതി. സച്ചിയുടെ മുഖത്ത് ഗൗരവം കണ്ടുകൊണ്ട് തന്നെ രേവതി ഭയന്നു. എന്താ സച്ചിയേട്ടാ, എന്താ ആനന്ദ് പറഞ്ഞത്? ആനന്ദ് സുധിക്കൊരു രൂപ പോലും കൊടുത്തിട്ടില്ല രേവതി. സുധിയെ കണ്ട് തന്നെ മാസങ്ങളായി എന്നാ അവൻ പറഞ്ഞത്. ഇന്നലെ അമ്മയുടെ മുന്നിൽ വെച്ച് സുധി പറഞ്ഞതെല്ലാം തന്നെ പച്ചക്കള്ളമായിരുന്നു. അമ്മയുടെ അടി പേടിച്ചിട്ട് അവൻ വെറുതെ ഇറക്കിയ നുണക്കഥകളാണ് അതൊക്കെ. രേവതിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോ ഏട്ടന് എവിടെ നിന്നാണ് അത്രമാത്രം പണം കിട്ടിയത് സച്ചിയേട്ടാ? അതാണ് രേവതി ഞാനും ആലോചിക്കുന്നത്. വേറെ എവിടെ നിന്ന്? നിന്റെ സ്വർണം അത് തന്നെ അവൻ വിറ്റിട്ടുണ്ടാവും. അല്ലാതെ ഇത്ര പെട്ടെന്ന് രൂപ ഉണ്ടാക്കാൻ അവന് വേറെ വഴിയൊന്നുമില്ലല്ലോ, സച്ചി ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഇതിന് തെളിവില്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് രണ്ടുപേരും വിഷമിച്ചു. സുധിയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എന്താണ് മാർഗമെന്ന് അവൻ ആലോചിച്ചു നിൽക്കുമ്പോൾ രേവതിയാണ് ഒരു വഴി നിർദ്ദേശിച്ചത്. സച്ചിയേട്ടാ, നമുക്ക് നാട്ടിലൊക്കെ എന്തെങ്കിലും മോഷണം പോയ ഒരു സ്വാമിയുടെ അടുത്തേക്ക് പോവാറുണ്ട്. അദ്ദേഹം വെറ്റിലയിൽ മഷിയിട്ട് നോക്കി കള്ളനെ കണ്ടുപിടിക്കും. നമുക്കും അതുപോലെ ചെയ്താലോ? സച്ചിക്ക് ആദ്യം അതത്ര പിടിച്ചില്ല. എടി, അതൊക്കെ വെറുതെ തട്ടിപ്പാണ്. വെറ്റിലയിൽ എന്താ CCTV വെച്ചിട്ടാണോ അയാൾ കള്ളനെ കാണുന്നത്? പലപ്പോഴും ആ സ്വാമിമാരുടെ ആളുകളെ തന്നെയായിരിക്കും മോഷ്ടിക്കുന്നത്. അവസാനം അവര് തന്നെ തൊണ്ടി മുതൽ കണ്ടെടുത്തുകൊണ്ട് തന്നെ ആളാവുകയും ചെയ്യും. പക്ഷേ രേവതി വിട്ടില്ല. എന്നാലും സച്ചിയേട്ട, അമ്മ പറയാറുണ്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുമെന്ന്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? അപ്പോഴാണ് സച്ചിയുടെ തലയിൽ ഒരു മിന്നായം പോലെ ആ ബുദ്ധി ഉദിച്ചത്. രേവതി പറഞ്ഞ സ്വാമി എന്ന ആ ആശയത്തിൽ നിന്നും സച്ചിക്ക് ഒരു പുതിയ പദ്ധതി തോന്നി. നീ പറഞ്ഞതിൽ കാര്യമുണ്ട് രേവതി. പക്ഷേ നമ്മൾ ശരിക്കുള്ള സ്വാമിയെ കാണണ്ട. നമുക്കൊരു നാടകം കളിക്കാം. നീ നേരെ വീട്ടിലേക്ക് വിട്ടോ, ഞാനൊരാളെ കണ്ടിട്ട് വരാം. രൂക്ഷമായ ചിരിയോടുകൂടെ തന്നെ സച്ചി കാറെടുത്ത് പോകുന്നു. രേവതിക്ക് കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും സച്ചിയേട്ടൻ എന്തോ ഒപ്പിക്കാൻ പോവാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. സച്ചി നേരെ വിട്ടത് ഒരു പച്ചക്കറി കടയിലേക്കാണ്. സ്ഥിരമായി രേവതി വരുന്ന കടയായതുകൊണ്ട് തന്നെ കടക്കാരൻ സച്ചിയെ കണ്ട് അത്ഭുതപ്പെട്ടു. അല്ല, ഇന്ന് സച്ചി സാറാണല്ലോ, എന്താ വേണ്ടത്? സച്ചി പച്ചക്കറികളൊന്നും നോക്കിയില്ല. നേരെ പോയി നല്ല വലുപ്പമുള്ള ഒരു മഞ്ഞ നിറത്തിൽ തൊടുത്ത് ഒരു നാരങ്ങ എടുത്തു. ഇതൊരു 1/4 കിലോ എടുക്കട്ടെ. ജ്യൂസ് എടുക്കാനാണോ എന്ന് കടക്കാരൻ ചോദിച്ചപ്പോൾ സച്ചി നിഗൂഢമായി ഒന്ന് ചിരിച്ചു. അല്ല ചേട്ടാ, ഇതൊരു പ്രത്യേക ആവശ്യത്തിനാണ്. ജ്യൂസ് അടിക്കാനല്ല, ചെറിയൊരു കേസ് തെളിയിക്കാനുണ്ട്. കടക്കാരൻ അന്തം വിട്ട് നിൽക്കുമ്പോൾ സച്ചി അടുത്ത ആവശ്യങ്ങൾ നിരത്തി. ചേട്ടാ, എനിക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ വേണം. കുറച്ച് കുങ്കുമം, കുറച്ച് ഭസ്മം, പിന്നെ കുറച്ച് ചുവന്ന നൂല്. ഇതൊക്കെ വേഗം ഒന്ന് എടുത്തു തരാമോ? കടക്കാരൻ കൊടുത്ത സാധനങ്ങളുമായി സച്ചി കാറിലേക്ക് കയറി.
പിന്നെ അവിടെ നടന്നത് ഒരു ഒന്നൊന്നര കൂടോത്ര നിർമ്മാണമായിരുന്നു. സച്ചി നാരങ്ങയുടെ ചുറ്റും ചുവന്ന നൂല് കെട്ടിവരിഞ്ഞു മുറുക്കി. അതിനു മുകളിൽ കുങ്കുമം ഭസ്മവും വാരി വിതറി. കാണുമ്പോൾ തന്നെ ആർക്കും ഭയം തോന്നുന്ന രൂപം. ആ നാരങ്ങയങ്ങ് മാറ്റിയെടുത്തു. ഒരു മന്ത്രവാദി മന്ത്രിച്ചു കൊടുത്ത സാധനം പോലെ അത് തോന്നിച്ചു. ശേഷം സച്ചി സ്വന്തം മുഖത്തും മാറ്റങ്ങൾ വരുത്തി. നെറ്റിയിൽ ഭസ്മം കൊണ്ട് വലിയ കുറി വരച്ചു. അതിന് നടുവിൽ വട്ടത്തിൽ വലിയൊരു കുങ്കുമപ്പൊട്ട്. കണ്ണുകളിൽ ഒരു തരം വന്യത വരുത്തി. ശരിക്കും ഒരു സ്വാമിയുടെ അടുത്തു നിന്നും ബാധ കയറി വരുന്നതുപോലെ സച്ചി മാറി. ഇനി കളി മാറും സുധിയെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി നേരെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു. ഇതേ സമയം വീട്ടിൽ അച്ഛനും രവീന്ദ്രനും സഹോദരനും ശ്രീകാന്ത് ഭാര്യയും വർഷയും എല്ലാവരും ഉത്കണ്ഠയോടെ ഇരിക്കുകയാണ്. രേവതിയുടെ സ്വർണം കളവ് പോയതും സുധിക്ക് പണം നഷ്ടമായതുമെല്ലാം രേവതിയെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഈ വീട്ടിൽ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രവീന്ദ്രൻ നിരാശനായി പറഞ്ഞു. അച്ഛാ, വെറുതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് ശ്രീകാന്തും വർഷയും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് രേവതി ചായയുമായിട്ട് വരുന്നത്. സച്ചി എവിടെയെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ സച്ചിയേട്ടൻ പുറത്തുപോയി, ഇപ്പൊ വരുമെന്ന് രേവതി മറുപടി നൽകി. ചന്ദ്രമതിയും അങ്ങോട്ടേക്ക് വന്നു. എല്ലാവരുടെയും മുഖത്ത് ഒരു മ്ലാനത നിഴലിച്ചിരുന്നു. പെട്ടെന്നാണ് വാതിൽക്കൽ ഒരു അനക്കം കേൾക്കുന്നത്. എല്ലാവരും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വിചിത്രമായ രൂപത്തിൽ നിൽക്കുന്ന സച്ചിയാണ്. നെറ്റിയിൽ ഭസ്മവും കുങ്കുമവും, കയ്യിൽ വിചിത്രമായി അലങ്കരിച്ച ഒരു നാരങ്ങയുമുണ്ട്. അമ്മയെ മഹാമായെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് തന്നെ സച്ചി കോലായിലേക്ക് കയറുന്നു. സാധാരണ രീതിയിലല്ല ഒരു കാല് മുകളിലേക്ക് ഉയർത്തി കൈകൾ ആകാശത്തേക്ക് നീട്ടി കണ്ണുകളൊക്കെ മുകളിലേക്ക് നോക്കി ഒരു പ്രത്യേക താളത്തിലാണ് സച്ചി വരുന്നത്. എന്താണ് നീ കാണിക്കുന്നത്? അച്ഛൻ രവീന്ദ്രൻ അത്ഭുതത്തോട് ചോദിച്ചു. സച്ചി അത് കേട്ട ഭാവം പോലും നടിച്ചില്ല. അച്ഛാ, ആ സ്വാമി പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. വലതുകാൽ വെച്ച് അകത്തേക്ക് കയറണം എന്ന് സ്വയം പിറുപിറുത്തുകൊണ്ട് തന്നെ സച്ചി അകത്തേക്ക് ചാടുന്നു. സച്ചിയുടെ ശരീരഭാഷ കണ്ടിട്ട് എല്ലാവരും ഭയന്നു. എന്തോ ബാധ കയറിയതുപോലെ പെരുമാറുന്നു. വീടിന്റെ ഓരോ മൂലയിലും അവൻ ഓടി നടന്നു. ഈ വീട്ടിൽ ദുഷ്ടശക്തിയുണ്ട്, അത് ഇവിടെയുണ്ട് എന്നവൻ വിളിച്ചു പോകുന്നു. ശ്രുതിയും ശ്രുതിയുടെ ഭാര്യ ശ്രുതിയും ബഹളം കേട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തി. ആന്റി, സച്ചിയേട്ടന് ഇതെന്താ പറ്റിയത്? ശ്രുതി ഭയത്തോടെ തന്നെ ചന്ദ്രമതിയോട് ചോദിച്ചു. എനിക്കറിയില്ല മോളെ, അവൻ വന്നപ്പോൾ മുതൽ ഇങ്ങനെയാണ്. ചന്ദ്രമതിയും ആകെ പേടിച്ച് വിറക്കുന്നുണ്ടായിരുന്നു. സച്ചി ശ്രുതിയുടെയും ശ്രുതിയുടെയും ചുറ്റും നോക്കിങ്ങനെ വട്ടം കറങ്ങി. ദുഷ്ടശക്തികളുടെ പവർ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്, അത് അലിഞ്ഞു പോവട്ടെ എന്നൊക്കെ പറഞ്ഞ് വിചിത്രമായ ശബ്ദങ്ങളുണ്ടാക്കി. ശ്രുതിയുടെ മുഖം ഭയം കൊണ്ട് വിളറി. രേവതി മെല്ലെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നു. സച്ചിയേട്ടാ, എന്താ പറ്റിയത്? ഒന്നടങ്ങ്. സച്ചി പെട്ടെന്ന് തന്നെ തല കുലുക്കി സാധാരണ നിലയ്ക്ക് വന്നതുപോലെ അഭിനയിച്ചു. ആ രേവതി, ആ സ്വാമി തന്റെ ദേഹത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. നീ എന്താടാ ഇവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കുന്നത്? രവീന്ദ്രൻ ദേഷ്യപ്പെട്ട് ചോദിച്ചു. ഞാൻ ഒച്ചയുണ്ടാക്കിയതോ? അയ്യോ അച്ഛാ, അതെന്റെ ദേഹത്ത് കയറിയ സ്വാമിയായിരിക്കും, സച്ചി നിഷ്കളങ്കമായി പറഞ്ഞു. എന്നിട്ട് കയ്യിലിരുന്ന നാരങ്ങ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ഇതൊരു സാധാരണ നാരങ്ങയല്ല എന്ന് പറയുന്ന സമയത്തിന് ഇതെന്താ ഇമ്പോർട്ടഡ് നാരങ്ങയാണോ എന്ന് വർഷ സംശയത്തോടെ ചോദിച്ചു. അല്ല വർഷേ, ഇത് ഭയങ്കര ശക്തിയുള്ളൊരു നാരങ്ങയാണ്, സച്ചി ഗൗരവത്തിൽ പറഞ്ഞു. ഞാൻ ഒരു വലിയ മന്ത്രവാദിയെ കാണാൻ പോയിരുന്നു. നമ്മുടെ വീട്ടിലെ സ്വർണം കളവ് കൊണ്ടുപോയ കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് സ്വർണം മോഷ്ടിച്ച കള്ളൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്നാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ തന്നത്. ഇത് കേട്ടതോടുകൂടി തന്നെ സുധിയുടെയും ചന്ദ്രമതിയുടെയും നെഞ്ചെടുപ്പ് കൂടി. സച്ചി വിവരണം തുടർന്നു. ഈ നാരങ്ങ നമ്മൾ പൂജാമുറിയിൽ വെക്കണം. അദ്ദേഹം ഇതിൽ വലിയ മന്ത്രവാദം നടത്തിയിട്ടുണ്ട്. ഇത് വെച്ച് 48 മണിക്കൂറിനുള്ളിൽ ആരാണോ സ്വർണം എടുത്തത്, അല്ലെങ്കിൽ ആരാണോ സ്വർണ്ണ കവറിങ് മുക്കുപണ്ടമാക്കി മാറ്റിയത്, അവരുടെ വായ ഒരു വശത്തേക്ക് കോടിപ്പോവും. സച്ചി തന്റെ വായങ്ങനെ വശത്തേക്ക് കൂട്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഇത് ഇതുപോലെ ആവുമെന്നൊക്കെ പറയും. ഇത് കേട്ടതോടുകൂടി തന്നെ ചന്ദ്രമതി അറിയാതെ സ്വന്തം വായിൽ കൈവച്ചു പോയി. സുധീയുടെ കാലുകളെല്ലാം തന്നെ വിറക്കാൻ തുടങ്ങിയിരുന്നു. വർഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സച്ചിയേട്ടാ, ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുവോ? ചുമ്മാ തമാശ പറയാതെ. ഉടനെ ശ്രീകാന്ത് ഇടപെട്ടു. വർഷയുടെ വായ് പൊത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു. മിണ്ടാതിരിക്കു വർഷേ, നിനക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. പണ്ട് എൻ്റെ അച്ഛൻ്റെ ഓഫീസിൽ പണം മോഷണം പോയപ്പോൾ ഇതുപോലൊരു സ്വാമിയെ കണ്ടിട്ടാണ് കള്ളനെ കണ്ടുപിടിച്ചത്. മോഷണം നടത്തിയ ആൾക്ക് വലിയ അസുഖങ്ങൾ വന്നു എന്നാ കേട്ടത്. കയ്യും കാലൊക്കെ ഒടിയ, വായൊക്കെ കോടിപ്പോവുക, ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. രവീന്ദ്രൻ സച്ചിയെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ഞാനും കേട്ടിട്ടുണ്ട്, ചെയ്തവർക്കെല്ലാം തന്നെ ശിക്ഷ കിട്ടും. സച്ചി ആ നാരങ്ങ ഭക്തിപൂർവ്വം പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചു. സുധിയും ചന്ദ്രമതിയും അത് നോക്കി നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിൽ തീ ആളിക്കത്തുന്നുണ്ടായിരുന്നു. നാടകമെല്ലാം കഴിഞ്ഞ് സച്ചി അടുക്കളയിലിരിക്കുമ്പോഴാണ് രേവതി വരുന്നത്. സച്ചിയേട്ടൻ ആള് കൊള്ളാമല്ലോ. ഞാൻ വെറ്റില ജോൽസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കി. ഇപ്പോ സച്ചിയേട്ടൻ തന്നെ വലിയൊരു സ്വാമിയെ കണ്ടുപിടിച്ചല്ലോ. ആരാ ആ സ്വാമി? സച്ചിദാനന്ദ സ്വാമിയോ? രേവതി ചിരി അടക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു. സച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എടി, ഞാനൊരു സ്വാമിയെ കണ്ടിട്ടില്ല. ഈ നാരങ്ങ ഞാൻ അണ്ണാച്ചിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു നൂലും കുങ്കുമം ഒക്കെ ഞാൻ അങ്ങ് സെറ്റ് ചെയ്തു എന്നേ ഉള്ളൂ.
അപ്പോ സച്ചേട്ടൻ എല്ലാവരോടും കള്ളം പറഞ്ഞതാണല്ലേ? രേവതി ചോദിച്ചു. അതെ, അതൊരു കെണിയാണ്. ആ ഓടിപ്പോയവനെ, അതായത് നമ്മുടെ കള്ളനെ പിടിക്കാനുള്ള കെണി. അവൻ ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ പേടിയാണ്. ഈ 48 മണിക്കൂർ അവൻ തീയിലിരിക്കുന്നത് പോലെ ഇരിക്കും. പേടി കാരണം അവൻ തന്നെ സത്യമെല്ലാം വിളിച്ചു പറയും. നീ നോക്കിക്കോ. സച്ചിയുടെ ബുദ്ധിയെ രേവതിയും സമ്മതിച്ചു. ഇത് വർക്കായാ മതിയായിരുന്നു, രേവതി പറഞ്ഞു. അതേസമയം സുധിയും ചന്ദ്രമതിയും മുറിയിലിരുന്ന് ആകെ പരിഭ്രാന്തിയിലാണ്. ചന്ദ്രമതിക്ക് ആകെ പേടിയായി. എടാ സുധി, ആ നാരങ്ങ കണ്ടപ്പത്തിന് എനിക്ക് പേടിയാവുന്നു. എന്റെ കഴുത്തിലെ ഉളുക്കിപ്പം അങ്ങ് മാറിയതേ ഉള്ളൂ. ഇനി വായും കൂടി കോടിപ്പോയാൽ ഞാൻ ഇനി എന്ത് ചെയ്യും? സുധി അമ്മയെ നോക്കി ഞെട്ടി. അമ്മേ, അമ്മയുടെ വായ. എന്താടാ, വായ്ക്ക് എന്താ കുഴപ്പം? അമ്മയുടെ വായ ഒരു വശത്തേക്ക് കോടിയതുപോലെ എനിക്ക് തോന്നുന്നു. ചന്ദ്രമതി നിലവിളിച്ചു പോയി. അയ്യോ എന്റെ ഭഗവാനേ! എടാ, നിന്റെ വായയും കോടിയിട്ടുണ്ടല്ലോ. രണ്ടുപേരും പരസ്പരം നോക്കി വായ കോടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. ഭയം കൊണ്ട് അവർക്കാകെ പരിഭ്രാന്തി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ എന്താ ഇവിടെ പ്രശ്നം? ശ്രുതി ചോദിച്ചു. ശ്രുതി, നീ നോക്ക്, അമ്മയുടെ വായ ഒരു സൈഡിലേക്ക് കോടിപ്പോയിരിക്കുന്നു, ശ്രുതി പറഞ്ഞു. അയ്യോ, ശ്രുതിയുടെ വായയും കോടിപ്പോയല്ലോ, ചന്ദ്രമതി പറയുന്നുണ്ട്. ശ്രുതി അവരെ സമാധാനിപ്പിച്ചു. നിങ്ങൾ രണ്ടുപേരും ഒന്ന് അടങ്ങ്. ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. സച്ചിയേട്ടൻ കൊണ്ടുവന്ന ആ നാരങ്ങ കണ്ടിട്ട് നിങ്ങൾ പേടിച്ചിരിക്കുകയാണ്. സച്ചിയേട്ടൻ ഇതൊക്കെ വിശ്വസിക്കുന്ന ആളാണോ? ഇതൊക്കെ സച്ചിയേട്ടന്റെ ഒരു തന്ത്രമാണ്, ശ്രുതിയെ കൊണ്ട് സത്യം പറയിപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. എങ്കിലും ശ്രുതിക്ക് സമാധാനം കിട്ടിയില്ല. അതല്ല ശ്രുതി, എനിക്കെന്തോ പേടി തോന്നുന്നു. സച്ചി പറഞ്ഞത് സത്യമാണെങ്കിലോ? ശ്രുതി ശ്രുതിയെ നിർബന്ധിച്ച് കസേരയിലിരുത്തി. നീ പേടിക്കാതെ ഇങ്ങനെ പാട്ട് കേട്ട് റിലാക്സ് ചെയ്യാൻ നോക്ക് ശ്രുതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി സമാധാനിപ്പിച്ചു. എങ്കിലും ശ്രുതിയുടെ ഉള്ളിലും ചെറിയ പേടി ഉടലെടുത്തിരുന്നു. ശ്രുതിയുടെ പേടി കണ്ട് അവൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവൾക്കും തോന്നി തുടങ്ങിയിരുന്നു. വർഷയും ശ്രീകാന്തും തങ്ങളുടെ മുറിയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. വർഷയ്ക്കിപ്പോഴും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാലും ശ്രീകാന്തെ, സച്ചിയേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഇതിലൊക്കെ ഇത്ര കാര്യമുണ്ടോ? ശ്രീകാന്ത് പറഞ്ഞു. എടി, വിശ്വാസം അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. പക്ഷേ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടും എന്നത് പ്രകൃതി നിയമമാണ്. അപ്പോഴാണ് രേവതി മുറിക്കകത്തേക്ക് പുറത്തുകൂടെ പോകുന്നത് വർഷ കണ്ടത്. വർഷ രേവതിയെ വിളിച്ചിട്ട് അകത്തേക്ക് കയറ്റി. ചേച്ചി, സത്യം പറ, സച്ചിയേട്ടൻ ഏത് സ്വാമിയെയാണ് കണ്ടത്? ആള് പവറുള്ള സ്വാമിയാണോ? വർഷ ആകാംക്ഷയോടെ ചോദിച്ചു. രേവതി വാതിലടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ ആരോടും പറയരുത്, സച്ചിയേട്ടൻ ഒരു സ്വാമിയെയും കണ്ടിട്ടില്ല. ശ്രീകാന്തും വർഷയും അന്തം വിട്ടു. പിന്നെ? അതൊക്കെ സച്ചിയേട്ടന്റെ വെറും അഭിനയല്ലേ? സുധിയേട്ടനെ പേടിപ്പിച്ച് സത്യം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചിയേട്ടൻ ഒപ്പിച്ച പണിയാണ് ആ നാരങ്ങയും പൂജയൊക്കെ. ഇത് കേട്ടതോടുകൂടി തന്നെ വർഷ ആവേശത്തിലാണ്. ആഹാ, എങ്കിൽ ഇതൊരു കലക്കൻ ഐഡിയ ആണ്. സുധിച്ചേട്ടന്റെ ആ പേടി കണ്ടില്ലേ? എന്തായാലും സത്യം പുറത്തു വരും. എനിക്ക് ഈ നാടകം കാണാൻ കൊതിയാവുന്നു. പക്ഷേ എനിക്ക് ഡബ്ബിങ്ങിന് പോവേണ്ടി വരും. എന്തായാലും എന്ത് സംഭവിച്ചാലും എന്നെ വിളിച്ചു പറയണേ. രാത്രിയായി. വീട് മുഴുവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ സുധിക്ക് മാത്രം ഒട്ടും തന്നെ ഉറക്കം വന്നില്ല. അവൻ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കടന്നു. സച്ചി കൊണ്ടുവന്ന ആ മന്ത്രിച്ച നാരങ്ങ അവന്റെ മനസ്സിനെ കാർന്നു തിന്നുകൊണ്ടിരുന്നു. ഓരോ നിമിഷവും തന്റെ വായ കോടിപ്പോകുമോ എന്ന ഭയം അവനെ വേട്ടയാടി. ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞാലോ എന്നവൻ ചിന്തിച്ചു. പക്ഷേ സച്ചിയുടെയും അച്ഛന്റെയും പ്രതികരണമോർത്ത് അവൻ ആകെ ഭയന്ന് വിറച്ചു നിന്നു. സച്ചിയുടെ ചെറിയൊരു നാരങ്ങാ പ്രയോഗം സുധിയുടെ സമാധാനം പൂർണ്ണമായും കെടുത്തി കളഞ്ഞിരുന്നു. വരും ദിവസങ്ങളിൽ സുധിയുടെ ഭയം അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.